കുട്ടികളെ ഒരു പുതിയ കലാലയ വർഷം തുടങ്ങുകയാണ്. എല്ലാവരും നല്ല ഹാപ്പിയല്ലേ? പണ്ട് പഠനത്തിനെ പാൽപ്പായസം എന്ന് വിശേഷിച്ചെങ്കിൽ ഇന്ന് ഞാൻ പറയും പഠനം എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി വൈറ്റമിനാണ്. ഒരുപക്ഷെ ഇന്ന് ലോകത്തെ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ കുട്ടികൾ പഠിക്കാൻ പുറപ്പെടുന്നത്. പഠനം ഇത്രയേറെ ഈസിയായി മാറിയൊരു കാലഘട്ടം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓരോ സാധാരണക്കാരുടെ ഇടയിൽ പോലും എല്ലാ കാര്യങ്ങളും അറിയാനും അല്ലെങ്കിൽ നമുക്ക് സ്വയം പഠിക്കാനും എളുപ്പത്തിലാക്കി തരുന്നൊരു കാലഘട്ടം. പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വളരെ കുറഞ്ഞൊരു കാലഘട്ടം. അപ്പോൾ ചോദിക്കൂ, എന്താ ഡോക്ടർ നിങ്ങൾ ഈ പ്രശ്നമല്ല പ്രതിസന്ധിയില്ല? എവിടെയാണ് പ്രശ്നം? നിങ്ങൾ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും ഒക്കെ കാണുന്ന പ്രശ്നങ്ങളാണ്. അത് നിങ്ങളുടെ തലയിലേക്ക് ആ ഇൻഫർമേഷൻ വന്നില്ലെങ്കിൽ ലോകത്ത് എവിടെയാണ് പ്രശ്നം? വന്യമൃഗങ്ങളുടെ ഭീഷണിയുണ്ടോ? ഒന്നുമില്ല. കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിലൊരു ബയോളജി ബുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ PDF എടുത്തു. അതിൻ്റെ ഒരു ചാപ്റ്റർ ഞാൻ വെറുതെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് പഠനത്തിന് ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് പഠിക്കാൻ ഒരുപാട് ഗൈഡുകളൊക്കെ കിട്ടും. ഇന്ന് ഗൈഡുകൾ ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യമല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമല്ല. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരു ChatGPT ജെമിനിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടൻറ്റ് PDF ആയിട്ടുള്ള പുസ്തകം അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള പഠന രീതിയിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള പോയറ്റിക്കായ രീതിയിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വിഷ്വൽ ഇമേജസ് രൂപത്തിലാണെങ്കിൽ അങ്ങനെ ഇത് മാറ്റിത്തരും എന്നുള്ളതാണ്. പല കുട്ടികൾക്കും പഠിക്കാൻ പല രീതികളായിരിക്കും വേണ്ടി. ചിലർക്ക് ചിത്രങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും അവർ പഠിക്കുന്നത്, ചിലർക്ക് പാട്ട് രൂപത്തിൽ പാടിക്കൊടുത്താലായിരിക്കും പഠിക്കുക. ചില ആൾക്കാർക്ക് എന്താക്കാൻ പറ്റും, വളരെ ചില ആൾക്കാർക്ക് എന്താക്കാൻ പറ്റും, മറ്റ് പല രീതിയിലും പഠിക്കാൻ പറ്റും. ചിലർക്ക് ഡാൻസ് കളിച്ചുകൊണ്ടായിരിക്കും പഠിക്കുക, ചിലർക്ക് നടന്നുകൊണ്ടായിരിക്കും പഠിക്കുക. ഇവർക്കൊക്കെ വ്യത്യസ്ത രീതിയിലേക്ക് അവരെ ടെക്സ്റ്റ് ബുക്കുകളെ മാറ്റാൻ ഇന്ന് ഓരോ കുട്ടിയും വിചാരിച്ചാൽ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ChatGPT ജെമിനി പോലത്തെ AI ടൂൾസ് ഇന്ന് പഠിക്കാൻ വേണ്ടി ശരിക്കും ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് അതിലേക്ക് നിങ്ങളുടെ പുസ്തകങ്ങളെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതിനെക്കുറിച്ച് ചിത്രം ഉണ്ടാക്കി തരാൻ പറയുക. പാട്ട് കേട്ട് പഠിക്കേണ്ടതില്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പാഠങ്ങൾ എന്ത് ചെയ്യുക. ഇപ്പം ബയോളജിയിൽ ഞാൻ നോക്കി, ഇപ്പം ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബയോളജിയിൽ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ജീനിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഈ ജീനിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പാട്ട് രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ പഠിക്കാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. വെറുതെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് സമയം കളയാതെ, പത്രങ്ങളും TV ന്യൂസൊന്നും കണ്ട് സമയം കളയാതെ നിങ്ങളെ പരിപോഷിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മുന്നേറുന്ന കുട്ടികളായി നിങ്ങൾ മാറാൻ വേണ്ടി നോക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടൊപ്പം തന്നെ നിങ്ങൾ വളരുന്ന രീതിയിൽ മാറാനാകുക. എല്ലാവർക്കും പുതിയൊരു കലാലയ വർഷ ആശംസകൾ നേരുകയാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ